ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 റിലീസ് ചെയ്ത ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് പെറ്റക് ഉംബാറ്റ്, അതായത് ഹൈഡ് ആൻഡ് സീക്ക്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു പ്രേത ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനില് സിംഗിൾ മദറായ മെസായു ആണ് നമ്മൾ കാണിക്കുന്നത്. ആ സ്ത്രീയുടെ ഹസ്ബൻഡ് മരണപ്പെട്ടിട്ട് അധികമായിട്ടില്ല. സോ ഹസ്ബൻഡിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഈ സ്ത്രീയാണ്. ബിസിനസ് നോക്കണം, വീട്ടിലെ കാര്യങ്ങളും നോക്കണം, തന്റെ കുഞ്ഞുങ്ങളെ നോക്കണം. അതുകൊണ്ട് മെസായുവിന് എപ്പോഴും തിരക്കായിരിക്കും. ഇവർക്ക് 2 മക്കളുണ്ട്, അമൻ, സാരി. ആ സ്ത്രീ അങ്ങനെ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ഫോണിലൂടെ സംസാരിച്ച് കിച്ചണില് ജോലി ചെയ്യുന്ന സമയത്താണ് ഇളയ കൊച്ചായ സാരി അങ്ങോട്ട് വരുന്നത്. കുഞ്ഞ് അമ്മയെ തന്നോടൊപ്പം കളിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിലും മമ്മിക്ക് ഒത്തിരി തിരക്കുണ്ട്, നീ ചെന്ന് ചേട്ടനോടൊപ്പം കളിക്കുന്നു പറഞ്ഞ് കുഞ്ഞിനെ ചേട്ടന്റെ അടുത്തേക്ക് പറഞ്ഞു വിടാണ്. സാരി അങ്ങനെ ചേട്ടനെ തെരഞ്ഞ് അമ്മന്റെ മുറിയിലേക്ക് ചെല്ലുമ്പോ മുറിയിലെ ചേട്ടനെ കാണാനില്ല. എന്നാ മുറിയിലെ ഇരുട്ടത്ത് ഒരു കറുത്ത രൂപം നിൽക്കുന്നുണ്ട്, അത് അനങ്ങുന്നുണ്ട്. കുഞ്ഞത് കണ്ട് ആകെ പേടിച്ചരണ്ട് നിൽക്കുക. സാരി പതിയെ പതിയെ ശബ്ദം ഉണ്ടാക്കാതെ പിന്നിലേക്ക് നടന്ന് ടബേന്ന് പറഞ്ഞ് ലൈറ്റ് ഓണാക്കി. ഇപ്പൊ ആ കറുത്ത രൂപത്തെ അവിടെ കാണാനില്ല. അത് ചേട്ടന്റെ ഒരു ഹുഡി ജാക്കറ്റ് ആയിരുന്നു. കുഞ്ഞത് കണ്ട് ഹോ തനിക്ക് തോന്നിയതാന്ന് പറഞ്ഞ് ഒന്ന് ശ്വാസം വിടുന്ന നേരത്താണ് നമ്മുടെ കഥാനായകൻ അമൻ ആ മുറിയിലേക്ക് വരുന്നത്. നീ എന്റെ മുറിയിൽ എന്ത് ചെയ്യാ? സാരി ചേട്ടനെ തന്നോടൊപ്പം കളിക്കാനായിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും ചേട്ടനും അമ്മയെ പോലെ തന്നെ എപ്പോഴും തിരക്കാണ്. അമൻ ഒരു കോളേജ് സ്റ്റുഡന്റ് ആണ്, അവനൊത്തിരി പഠിക്കാനുണ്ട്, കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് തയ്യാറെടുക്കണം എന്നൊക്കെ പറഞ്ഞ് അമൻ ഒഴിഞ്ഞു മാറി. ഇത് കേട്ട് അപ്പുറത്ത് നിന്ന് അവരുടെ അമ്മ അവനോട് പറയും, അമൻ നീ അവളെ കുറച്ചു നേരത്തേക്ക് പുറത്തേക്ക് കളിക്കാൻ കൊണ്ടുപോ. അത് കേട്ടതോടെ കുഞ്ഞിനൊത്തിരി സന്തോഷായി. ആകെപ്പാടെ ദേഷ്യം വന്ന അമൻ നേരെ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് ബഹളം വെക്കുന്നുണ്ട്. ഇങ്ങനെ കളിച്ചു നടക്കാൻ താൻ എന്താ കൊച്ചു കുഞ്ഞാണോ? കോളേജ് കഴിഞ്ഞാ പിന്നെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഈ ബിസിനസ് ഒക്കെ നോക്കി നടത്തേണ്ടത് താനാണ്. എന്നിട്ട് അമ്മ എന്നെ ഒരു കൊച്ചു കുഞ്ഞായിട്ടാണോ ട്രീറ്റ് ചെയ്യുന്നത്? അതിന് മമ്മി പറയും, അതൊക്കെ ഒത്തിരി ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളാണ്. നീ ആദ്യം നിന്റെ അനിയത്തിയെ നോക്ക്, ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. അമനും പിന്നെ തർക്കിക്കാനും ബഹളം വെക്കാനൊന്നും നിന്നില്ല. ഒരല്പസമയം കഴിഞ്ഞ് അമൻ അനിയത്തിയെയും കൊണ്ട് വീടിന് തൊട്ടടുത്തുണ്ടായിരുന്ന പാർക്കിലേക്ക് പോയി. കൂടെ തന്നെ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട്സായ ഷീലയും റിൻഡോയും അവരുടെ അനിയന്മാരും അനിയത്തിയൊക്കെയുണ്ട്. ഈ പാർക്കിലേക്ക് അങ്ങനെ കുഞ്ഞുങ്ങൾ ആരും തന്നെ കളിക്കാൻ വരാറില്ല. കാരണം പാർക്കിന് തൊട്ടായിട്ട് പാഴടഞ്ഞു പോയൊരു പ്രേത വീടുണ്ട്. അതുകൊണ്ട് അധികമാരും ഇതുവഴി പോവാറില്ല. ഈ സമയം സാരി ഓടിച്ചെന്ന് ചേട്ടനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, താങ്ക്സ് അമൻ, എന്നെ കളിക്കാൻ പുറത്തേക്ക് കൊണ്ടുവന്നതിന് ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. അങ്ങനെ കുഞ്ഞുങ്ങൾ എല്ലാവരും ചേർന്ന് ഒളിച്ചു കളിക്കുകയാണ്. അതേസമയം അമനും അവന്റെ സുഹൃത്തുക്കളും ചേർന്ന് ഫോണിലെ ഗെയിം കളിച്ചുകൊണ്ടിരുന്നു. മറുവശത്ത് ആദ്യമാണ് ഒളിച്ചു കളിക്കാനായിട്ട് ആദ്യം എണ്ണുന്നത്. അവനങ്ങനെ ഫ്രണ്ട്സിനെ തെരഞ്ഞ് ആ പാർക്കിലൂടെ നടക്കാൻ തുടങ്ങി. സാരിയും മറ്റൊരു കൂട്ടുകാരിയും ഒന്നിച്ചാണ് ഒളിച്ചിരുന്നത്. എന്നാ സാരിക്കാണെങ്കില് ആകെപ്പാടെ വെപ്രാളം. ആദി തന്നെ കണ്ടുപിടിച്ചാലോ? ഇവിടെ ഒളിച്ചിരുന്ന എന്തായാലും ആദി തന്നെ കണ്ടുപിടിക്കും, ഞാൻ പോവാന്ന് പറഞ്ഞ് സാരി അവിടെ നിന്ന് ഓടിപ്പോയി. അപ്പോഴേക്കും ആദി അങ്ങോട്ട് വന്ന് ആ കൂട്ടുകാരിയെ കണ്ടെത്തി. അവന് സാരിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സമയം നമ്മുടെ സാരി ആണെങ്കില് പതുങ്ങി ചേട്ടന്റെ അടുത്തെത്തി. തനിക്ക് ഒളിച്ചിരിക്കാൻ നല്ലൊരു സ്ഥലം കണ്ടെത്തി തരാൻ പറഞ്ഞ്. അമനാണെങ്കില് ഫോണിലെ ഗെയിം കളിക്കുന്ന തിരക്കിലാണ്. എന്നെ ശല്യം ചെയ്യല്ലേ, നീ പോയി നിന്റെ ഫ്രണ്ട്സിനോടൊപ്പം കളിക്ക്. ഇതും പറഞ്ഞ് അമൻ കുഞ്ഞിനോട് ചൂടായി. ഇത് കേട്ട് കുഞ്ഞിനാകെ സങ്കടമായി. ഒളിക്കാനായിട്ട് നല്ലൊരു സ്ഥലം തെരഞ്ഞ് സാരി അവിടെ നിന്ന് നടന്നു പോവാണ്. ഈ സമയത്താണ് ഒരു സെക്യൂരിറ്റി ഗാർഡ് പിള്ളേർ ആ പാർക്കിൽ കളിക്കുന്നത് കണ്ട് അങ്ങോട്ട് വരുന്നത്. കുറച്ചധികം വർഷങ്ങളായി ആരും ഈ പാർക്കിലേക്ക് കളിക്കാൻ വരാറില്ല. ഇതിപ്പോ അവരെ കണ്ട് പുള്ളിക്കാരൻ ആകെ അങ്ങ് ഷോക്കായി. പുള്ളി അവരെ വോൺ ചെയ്യുന്നുണ്ട്, കളിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ നിങ്ങൾ പിള്ളേരെ നോക്കിക്കോണം, പിന്നെ സന്ധ്യ ആവുന്നതിന് മുന്നേ വീട്ടിലേക്ക് പോണം, കേട്ടല്ലോ എന്ന് പറഞ്ഞ സെക്യൂരിറ്റിക്കാരൻ അവിടെ നിന്ന് പോയി. ഇതേ സമയം തന്നെ നമ്മുടെ കുഞ്ഞാണെങ്കില് ഒളിക്കാനായിട്ട് ഒരു സ്ഥലം കിട്ടാതെ പാർക്കിന് തൊട്ടടുത്തുണ്ടായിരുന്ന ആ പ്രേത വീട്ടിലേക്കാണ് പോണത്. കുഞ്ഞ് പതിയെ വീടിന്റെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. എന്നിട്ട് ചുറ്റും നോക്കി. ഒളിക്കാനായിട്ട് നല്ലൊരു സ്ഥലം വേണം, എവിടെ എപ്പോ ഒളിക്കുക? കുഞ്ഞകത്തേക്ക് കയറിയ ഉടനെ തന്നെ വീടിന്റെ ഡോറ് പടകോന്ന് പറഞ്ഞ് ലോക്കായി. സാരിക്ക് അതൊന്നും കണ്ടിട്ട് പേടിയൊന്നും തോന്നിയില്ല. ആദി തന്നെ തെരഞ്ഞു വരുമെന്ന് പറഞ്ഞ് സാരി അവിടെയുള്ള ഒരു മേശയ്ക്കടിയിൽ ഒളിച്ചിരുന്നു. അങ്ങനെ ഒത്തിരി നേരമായിട്ടും അങ്ങോട്ടേക്ക് ആരെയും കാണുന്നില്ല. സാരി ആ മേശയ്ക്കടിയിൽ ഒളിച്ചിരിക്കുന്ന നേരത്താണ് വീടിന് മുകളിൽ നിന്ന് ആരൊക്കെയോ ഓടുന്ന ശബ്ദം കേൾക്കുന്നത്. കുറെ കുട്ടികള് ചിരിച്ച് കളിച്ച് ഓടുന്ന ശബ്ദം കേൾക്കാം. സാരി പതിയെ ആ മേശയ്ക്കടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഹലോ, നിങ്ങൾ ഈ വീടിന്റെ ഉടമസ്ഥനാണോ? ഞാനിവിടെ കുറച്ചു നേരം ഒളിച്ചിരുന്നോട്ടെ?
കുഞ്ഞത് ചോദിച്ചതും മുകളിൽ നിന്ന് എന്തൊക്കെയോ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ആ ശബ്ദങ്ങൾ കേട്ട് സാരി തിരിഞ്ഞു നോക്കുമ്പോ സ്റ്റെയർ കേസിലെ എന്തൊരു രൂപം ഇരിക്കുന്നുണ്ട്. മരത്തിന്റെ വേര് പോലെ കൈയൊക്കെ നീണ്ട് തലയില് കൊമ്പൊക്കെ ആയിട്ട്. അത് കണ്ട് കുഞ്ഞിന്റെ മുഖത്ത് യാതൊരു പേടിയില്ല. അവള് മുകളിലേക്ക് ചെന്നിട്ട് ആ രൂപത്തോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തു പറ്റി? പിന്നെ ആ പ്രേത വീട്ടിൽ നിന്നും സാരിയുടെ അലറി വിളിച്ചുള്ള കരച്ചില് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. ഇവിടെയാണ് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, ഹൈഡ് ആൻഡ് സീക്ക്. അല്പസമയം കഴിഞ്ഞ് പാർക്കിലെ കളിയൊക്കെ കഴിഞ്ഞ് പിള്ളേരെ വീട്ടിലേക്ക് തിരിച്ചു പോവാൻ നിൽക്കുക. അപ്പോ അമൻ ആദിയോട് ചോദിക്കും, അല്ല സാരി എവിടെ? അതിന് ആദി പറയും, എനിക്ക് സാരിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഞാൻ അവളെ കഴിഞ്ഞ 1.5 മണിക്കൂറായിട്ട് തെരഞ്ഞോണ്ടിരിക്കുക. ഇത് കേട്ട് ആകെ ടെൻഷനായി അമൻ അവരെ എല്ലാവരെയും കൂട്ടി അനിയത്തിയെ ആ പാർക്ക് മുഴുവനും തെരയാൻ തുടങ്ങി. എവിടെയും കുഞ്ഞിനെ കാണുന്നില്ല. ഇനി തെരയാനുള്ളത് പാർക്കിന് തൊട്ടടുത്തുള്ള ആ പ്രേത വീടാണ്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മളെ കാണിക്കുന്നുണ്ട് ആ പ്രേത വീടിനകത്ത് സാരി ഉണ്ട്. ആ വീടിപ്പോ നമ്മള് പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കുഞ്ഞ് മയക്കത്തിൽ നിന്ന് കണ്ണു തുറന്നു നോക്കുമ്പോ ഒരു സ്ത്രീ അവളുടെ അടുത്തേക്ക് നടന്നു വരും. നിന്റെ പുതിയ ഫ്രണ്ട്സ് ഫുഡ് കഴിക്കുന്നത് കണ്ടില്ലേ? എന്താ നിനക്കും വിശക്കുന്നുണ്ടോ? ഇത് കേട്ട് സാരി തിരിഞ്ഞു നോക്കുമ്പോ അവളുടെ തൊട്ടടുത്തായിട്ട് 2-3 കുട്ടികൾ ഇരുന്ന് വളരെ ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നുണ്ട്. എന്നാൽ സാരി ഫുഡ് കഴിക്കാനായിട്ട് തയ്യാറാവില്ല. എന്റെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ അറിയാത്ത ആരിൽ നിന്നും ഫുഡ് കഴിക്കാൻ പാടില്ലാന്ന്. ഇത് കേട്ടതും ആ സ്ത്രീ കുഞ്ഞിനെ നോക്കി വല്ലാത്തൊരു ചിരിയാണ്. ശരി, എന്റെ പേര് വെൻഡ, നിനക്കെന്നെ മിസസ് വി എന്ന് വിളിക്കാം. കുഞ്ഞിന്റെ പേരെന്താണ്? അതിന് സാരി തന്റെ പേര് പറയും. കണ്ടില്ലേ, ഇപ്പൊ നമ്മള് പരിചയക്കാരായില്ലേ, നമ്മള് സുഹൃത്തുക്കളായില്ലേ, ഇനി കുഞ്ഞിനെ ഫുഡ് കഴിച്ചൂടെ? ഇത് കേട്ടതോടുകൂടി സാരി വളരെ സന്തോഷത്തില് മേശപ്പുറത്തിരുന്ന ഫുഡ് വളരെ ആർത്തിയോടെ കഴിക്കാൻ തുടങ്ങി. സാരി, നിനക്ക് ഈ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ? നീ ഈ വീട്ടില് താമസിക്കാൻ തയ്യാറാണോ? വളരെ ആസ്വദിച്ച് ഫുഡ് കഴിച്ചോണ്ടിരുന്ന സാരി ആണെങ്കില് ഒട്ടും തന്നെ മടിയില്ലാതെ പറയും, യെസ്, എനിക്ക് സമ്മതമാണ്. കുഞ്ഞിപ്പോ ഏതൊരു മായാ ലോകത്താണ്. സാരി തന്റെ തൊട്ടടുത്തുള്ള മറ്റു കുട്ടികളെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ വെൻഡയുടെ മുഖം പതിയെ മാറാൻ തുടങ്ങി. മാത്രമല്ല ആ മേശപ്പുറത്തിരുന്ന ഫുഡെല്ലാം തന്നെ അഴുകിയതായിരുന്നു. പുഴുക്കള്, എലികള്, അങ്ങനെ എന്തൊക്കെയോ ആ ടേബിളിലുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ സാരിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവളിപ്പോ വെൻഡ എന്ന പ്രേതത്തിന്റെ കൺട്രോളിലാണ്. ഇതേ സമയം മറുവശത്ത് അമനും തന്റെ സുഹൃത്തുക്കളും ചേർന്ന് ഇപ്പോഴും ആ പാർക്കില് സാരിയെ തെരഞ്ഞോണ്ടിരിക്കുകയാണ്. നാട്ടുകാരും പോലീസുകാരും ആ പ്രേത വീടിന് ചുറ്റും തെരയുന്നുണ്ടെങ്കിലും അവർക്ക് ആർക്കും തന്നെ ആ വീടിനകത്തേക്ക് കയറാനുള്ള ധൈര്യമില്ല. മാത്രമല്ല ആ വീട് സീൽ ചെയ്തിരിക്കുകയാണ്. കുഞ്ഞകത്തേക്ക് പോവാനായിട്ട് സാധ്യതയില്ല എന്നാണ് പോലീസുകാരും പറയുന്നത്. മെസായു തന്റെ മകളെ കാണാനില്ല എന്നറിഞ്ഞ് ആകെപ്പാടെ തകർന്നു നിൽക്കുകയാണ്. ഞാൻ സാരിയെ ശ്രദ്ധിച്ചിരുന്നു, അവള് പാർക്കിൽ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എങ്ങോട്ട് പോയെന്ന് അറിയില്ല. അമ്മ പേടിക്കണ്ട, ഞാൻ സാരിയെ കണ്ടെത്താം എന്നൊക്കെ പറഞ്ഞ് അമ്മൻ നടന്ന കാര്യങ്ങളൊക്കെ അമ്മയോട് പറയുന്നുണ്ട്. ഇത് കേട്ട് മെസായു തന്റെ മകനോട് ചൂടായി, ഇങ്ങനെയാണോ നീ ഞങ്ങളെ നോക്കാൻ പോണത്? അച്ഛന്റെ ബിസിനസ് ഒക്കെ നോക്കി നടത്താൻ പോണത്? 1/2 മണിക്കൂർ നിനക്ക് ആ കുഞ്ഞിനെ നോക്കാൻ പറ്റിയില്ലേ? മറുവശത്ത് ആദി പാർക്കിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോ അവന്റെ പേരൻസ് വീട്ടിലുണ്ടാവില്ല. അവര് പുറത്തേക്ക് പോയി. ആദിക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ഒരു നോട്ടും എഴുതി വെച്ചിട്ടുണ്ട്, ഞങ്ങള് വീട്ടിലേക്ക് വരാൻ ഒത്തിരി ലേറ്റ് ആവും, നീ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണ്ട, ഫുഡ് കഴിച്ചോളൂ. ഈ ഒരു നോട്ട് കണ്ട് ആദി അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കാണിച്ചാണ് ആ സീൻ അവിടെ കട്ടാവുന്നത്. അന്ന് രാത്രി എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടാണ് അമൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി കണ്ണു തുറക്കുന്നത്. അവൻ ബെഡിൽ എണീറ്റിരുന്ന പാടെ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന കബോർഡ് അത് തനിയെ തുറന്നു വന്നു. മാത്രമല്ല മുറിക്ക് പുറത്തുനിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. അമൻ ആകെ പേടിച്ചരണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോ മുറിക്ക് വെളിയിലെ ജനാലയ്ക്കപ്പുറത്ത് ഒരു പ്രേതം നിൽക്കുന്നുണ്ടാവും. അവൻ ആ പ്രേതത്തെയും കണ്ട് പേടിച്ച് വറച്ചു നിൽക്കുന്ന നേരത്താണ് ഒരു കൊച്ചു പെൺകുട്ടി അവനെ ബെഡിലേക്ക് തള്ളിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. അവൻ നോക്കുമ്പോ അതവന്റെ അനിയത്തിയാണ്. അമനാണെങ്കില് ഹേയ് സാരി സാരി എന്ന് പറഞ്ഞ് കുഞ്ഞിന്റെ പിന്നാലെ ഓടി. സാരി, നീ എത്ര നേരം എവിടെയായിരുന്നു? ഞാനും അമ്മയും എത്ര പേടിച്ചെന്നറിയോ, ഞങ്ങൾ എവിടെയൊക്കെ നിന്നെ തെരഞ്ഞു. ഇതും പറഞ്ഞ് അമൻ കുഞ്ഞിന്റെ പിന്നാലെ ചെല്ലുന്നുണ്ടെങ്കിലും സാരി പെട്ടെന്ന് അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. എന്തായാലും അനിയത്തി തിരിച്ചു വന്നല്ലോ എന്ന് കരുതി അവൻ അമ്മയെ വിളിക്കാനായിട്ട് തിരിഞ്ഞു നടക്കുന്ന നേരത്ത് അവൻ എന്തോ ഒരു ശബ്ദം കേട്ട് മേശയ്ക്കടിയിലേക്ക് നോക്കി. അവിടെ സാരിയുടെ 2 കാലുകൾ കാണാം. എന്നാൽ ടേബിളിന് മുകളിലെ കുഞ്ഞിനെ കാണാനില്ല. ഇവിടെ എന്തായി നടക്കുന്നതെന്നറിയാതെ അമനാകെ കിളി പാറി നിൽക്കുമ്പോ സാരി പെട്ടെന്ന് ചിരിച്ചു കളിച്ചോണ്ട് മറ്റൊരു മുറിയിലേക്ക് ഓടിപ്പോയി. അമനാകെ പേടിയായി
പതിയെ പതിയെ സാരിയെ തെരഞ്ഞ് പിന്നാലെ ചെന്നു. അപ്പോ കുഞ്ഞ് ആ കേർട്ടന്റെ പിന്നില് മറഞ്ഞു നിൽക്കുന്നുണ്ട്. അവൻ പേടിച്ച് പതിയെ ചെന്ന് കുഞ്ഞിന്റെ കൈ പിടിച്ചു നോക്കി. അപ്പൊ തന്നെ സാരി ഒരു പ്രേത രൂപത്തിലേക്ക് മാറി ചേട്ടനോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ തെരയേണ്ട ആവശ്യമില്ല, ഞാൻ എന്റെ പുതിയ അമ്മയുടെ കൂടെ ഒത്തിരി ഹാപ്പിയാണ്. അങ്ങനെ തന്നെ കുഞ്ഞ് അവിടെ നിന്ന് മറഞ്ഞുപോയി. ഈ ഒരു കാര്യം കണ്ട് വിശ്വസിക്കാനാവാതെ അമൻ അങ്ങനെ തരിച്ചിരിക്കുക. താൻ ഈ കണ്ടതൊക്കെ സത്യമാണോ അതോ തനിക്ക് തോന്നിയതാണോ? മറുവശത്ത് ഷീല ബ്രഷ് ചെയ്യുന്ന നേരത്താണ് തൊട്ടടുത്ത മുറിയിൽ നിന്ന് ഷീലയുടെ അമ്മ അവളെ വിളിക്കുന്നത്. അവളങ്ങനെ തന്റെ മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോ അമ്മ തന്റെ ബെഡിലിരിക്കുകയാണ്. അമ്മന്റെ സഹോദരിയെ കാണാതായില്ലേ? അമ്മ ആ ഒരു സങ്കടത്തിലാണ്. അപ്പോ ഷീല അമ്മയെ സമാധാനിപ്പിക്കും. കുഞ്ഞ് അധിക ദൂരമൊന്നും പോയിട്ടുണ്ടാവില്ല, അവൾ ആ പാർക്കിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും, നമ്മൾ ഉറപ്പായും സാരിയെ കണ്ടെത്തും. അതിനാ സ്ത്രീ വളരെ ദേഷ്യത്തിലാണ് മറുപടി പറയുന്നത്. ആ വീട് നിങ്ങൾക്ക് ആർക്കും കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് അല്ല. പുറമേ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ആ വീടിനകത്ത് ആരെയും കാണാൻ കഴിയില്ല. എന്നാൽ ആ വീട്ടില് ഇപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ട്. ഷീല തന്റെ അമ്മ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ കേട്ട് ഒന്നും മനസ്സിലാവാതെ അന്തം വിട്ടിരിക്കുന്ന നേരത്ത് ഷീലയുടെ റൂമിന്റെ ഡോറില് ആരോ തട്ടുന്നുണ്ട്. അവൾ ആ ഡോറ് തുറന്നു നോക്കുമ്പോ ഷീലയ്ക്ക് ഈ കാര്യം വിശ്വസിക്കാനേ വയ്യ. അവളുടെ പേരൻസ് അവളെ ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കാൻ വന്നതാണ്. അപ്പോ താൻ ഇത്ര നേരം സംസാരിച്ചത് അതാരായിരുന്നു? അവളാകെ പേടിച്ച് ഞെട്ടി തിരിഞ്ഞു നോക്കി. അവിടെ ബെഡിൽ ആരെയും കാണുന്നില്ല. അടുത്ത ദിവസം അവൻ ആകെപ്പാടെ സങ്കടത്തില് കോളേജിലേക്ക് പോവാനായിട്ട് ഇറങ്ങുന്ന നേരത്ത് മെസായു കുഞ്ഞിനെ തെരഞ്ഞ് കാണാതെ സങ്കടപ്പെട്ട് വീട്ടിലേക്ക് കയറി വന്നു. മെസായു തന്റെ മകനോട് നല്ല ദേഷ്യത്തിലാണ്. അവന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ ആ സ്ത്രീ തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ രാത്രി മുഴുവനും മെസായുവും പോലീസും ചേർന്ന് ആ പാർക്ക് മുഴുവൻ തെരഞ്ഞിട്ടും കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്റെ കുഞ്ഞ് ഇപ്പൊ തനിയെ എന്ത് ചെയ്യായിരിക്കും? നമ്മളില്ലാതെ അവൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അമൻ, നീ എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിനെ കണ്ടെത്തിത്താ. ഇതും പറഞ്ഞ് മെസായു തന്റെ മകൻ മുന്നിലെ ചങ്ക് തകർന്ന് കരയാണ്. അടുത്ത സീനിലെ അമൻ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാതെ തന്റെ അനിയത്തിയെ കുറിച്ച് തന്നെ ചിന്തിച്ച് ആകെ സങ്കടത്തിലിരിക്കുകയാണ്. അപ്പോഴാണ് അന്ന് പാർക്കിൽ വെച്ച് കണ്ട സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞ കാര്യങ്ങള് അമന് ഓർമ്മ വരുന്നത്. ഇരുട്ടുന്നതിന് മുൻപ് കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ പാർക്കിൽ നിന്ന് പോകണമെന്ന് അന്ന് ആ സെക്യൂരിറ്റി ഗാർഡ് അവനോട് പറഞ്ഞിരുന്നു. അമൻ ഉടനെ തന്നെ ഇന്റർനെറ്റിലെ കുട്ടികളെ കാണാതായതിനെ കുറിച്ചുള്ള ന്യൂസ് ഒക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഒരു മിത്തോളജിയെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിള് അമൻ കാണുന്നത്. വേവേ ഗൊമ്പൽ എന്നൊരു സാത്താനെ കുറിച്ച്. ഗൊമ്പൽ എന്നൊരു ഈവിൾ സ്പിരിറ്റ് രാത്രി കാലങ്ങളിലെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി അവരെ കൊന്നുകളയും. അന്ന് വൈകിട്ട് അമൻ കഴിഞ്ഞ രാത്രി തനിക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും തന്റെ സുഹൃത്തുക്കളോട് പറയുന്നുണ്ട്. ഷീലയും റിൻഡോയും ഇതൊക്കെ കേട്ട് വിശ്വസിക്കാനാവാതെ ഇരിക്കുക. അപ്പോ ഷീലയും ഇന്നലെ രാത്രി തനിക്ക് നടന്ന കാര്യങ്ങള് അവരോട് പറയും. തന്റെ അമ്മയുടെ രൂപത്തിലെ തന്നോട് ആരോ സംസാരിച്ചു, ആ പ്രേത വീടിനെ കുറിച്ച് പറഞ്ഞു എന്നൊക്കെ. എന്നാ റിൻഡോയ്ക്ക് അങ്ങനെ ഒരു അനുഭവങ്ങളും ഉണ്ടായിട്ടില്ല. എന്നാ ഉറപ്പായും സാരിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റിയാണ്. വേവേ ഗൊമ്പൽ എന്ന ഈവിൾ സ്പിരിറ്റ് കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളയും. ഇത് കേട്ട് ഷീലയ്ക്ക് അത് വിശ്വസിക്കാൻ വയ്യ. ഈ വേവേ ഗൊമ്പൽ എന്ന് പറയുന്നത് അതൊരു മിത്ത് മാത്രമാണ്. അതിന് റിൻഡോ തർക്കിക്കാൻ നിൽക്കും. ശരി, ഗോമ്പൽ മിത്താണെങ്കിൽ നിങ്ങൾ രണ്ടുപേരെ എക്സ്പീരിയൻസ് ചെയ്തത് അത് തോന്നലാണോ? വേവേ ഗൊമ്പൽ കുഞ്ഞുങ്ങളുടെ മനസ്സ് മാറ്റി അവള് തന്നോടൊപ്പം കൊണ്ടുപോകും. അവർക്ക് നല്ല ഫുഡ് കൊടുക്കും, അവരോടൊപ്പം കളിക്കാൻ കൂടും. അങ്ങനെ ആ കുഞ്ഞുങ്ങള് അവരുടെ ഫാമിലിയെ തന്നെ മറന്നുപോകും. എന്നാ ഗോമ്പൽ ടാർഗറ്റ് ചെയ്ത് പിടിച്ചോണ്ട് പോകുന്നത് അച്ഛനമ്മമാര് ശ്രദ്ധിക്കാത്ത, അവര് കെയർ ചെയ്യാത്ത കുഞ്ഞുങ്ങളെയാണ്. ഇത് കേട്ടതോടെ അമന് വല്ലാതെ ദേഷ്യം വന്നു. അപ്പോ നീ പറയുന്നത് എന്റെ അനിയത്തിയെ കാണാതായതിന് കാരണം അത് താനാണെന്നാണോ? അതിന് റിൻഡോ പറയും, നിനക്ക് നിന്റെ അനിയത്തിയോട് സ്നേഹമില്ലാന്നല്ല ഞാൻ പറഞ്ഞത്. സാരിയോട് നീ പലപ്പോഴും ദേഷ്യപ്പെടാറുണ്ട്, അവളോടൊപ്പം കളിക്കാൻ കൂടാറില്ല. ഇനി 3 ദിവസത്തിനുള്ളില് നമുക്ക് സാരിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് സാരിയുടെ ഡെഡ് ബോഡി മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ. ഇനി കുഞ്ഞിനെ കണ്ടെത്താൻ അതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. നമ്മൾ ആ പ്രേത വീട്ടിലേക്ക് പോകണം. അവരങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തി ബാഗൊക്കെ പാക്ക് ചെയ്യാണ്. ആ പ്രേത വീടിനകത്തേക്ക് പോവാനുള്ള ടോർച്ചും ആയുധങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മളെ കാണിക്കുന്നുണ്ട്. ആദി അവൻ സാരിയെ തെരഞ്ഞ് ആ പ്രേത വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവൻ ആ വീടിന് ചുറ്റും കൂട്ടുകാരിയെ തെരഞ്ഞു നടക്കുന്നുണ്ട്. അപ്പോഴാണ് ആ വീടിനുള്ളിൽ നിന്ന് സാരി ചിരിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. സാരിയുടെ ശബ്ദം കേട്ടതും ആദിക്ക് ഒത്തിരി സന്തോഷായി. സാരി, നീ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവൻ ആ വീടിന്റെ ജനാലയിലൂടെ അകത്തേക്ക് നോക്കുമ്പോ കാണുന്നത് സാരി വളരെ ആസ്വദിച്ച് പുഴുവരിക്കുന്ന പച്ച മാംസം, അഴുകിയ ഫുഡൊക്കെ വലിച്ചു വാരി തിന്നുന്നതാണ്. അവൻ ആ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ട് കണ്ണും തള്ളി നിൽക്കുമ്പോ ആ വിൻഡോയ്ക്ക് അടുത്തേക്കൊരു പ്രേത രൂപം വന്നു. ആദി പേടിച്ച് കരഞ്ഞ് അവിടുന്ന് ഓടുന്ന നേരത്താണ് അമനും അവന്റെ സുഹൃത്തുക്കളും അങ്ങോട്ട് വരുന്നത്. ആദിക്ക് പേടിച്ചിട്ട് എന്ത് പറയണമെന്നറിയില്ല. സാരി ആ വീടിനകത്തുണ്ട്.
അവള് ചീത്ത ഫുഡ് കഴിക്കുകയാണ്, ഞാൻ അവിടെ ഒരു പ്രേതത്തെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ചെറുക്കൻ പേടിച്ച് വരച്ചോണ്ടിരിക്കുക. ഇവർ ഈ കാര്യങ്ങളൊക്കെ കേട്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ പ്രേത വീടിന്റെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. ആ വീടിനകത്ത് നിറയെ മരത്തിന്റെ വേരുകളാണ്. ആദ്യം പറഞ്ഞതുപോലെ അവിടെ ഒരു പ്രേതത്തെയും കാണാനില്ല, കുഞ്ഞിനെയും കാണാനില്ല. ഇപ്പോ അമനും ഷീലയും ആദിയോട് പറയും, നീ വേഗം വീട്ടിലേക്ക് പൊയ്ക്കോ, ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല, നിന്നെ കാണാതായ നിന്റെ പാരന്റ്സ് ഇനി ഇങ്ങോട്ട് തെരഞ്ഞു വരും. അതിനെ ആദി പറയും, എന്നെ തെരഞ്ഞ ആരും വരത്തില്ല, അവന്റെ പാരന്റ്സ് വീട്ടിലില്ല, പാരന്റ്സിന് എപ്പോഴും ജോലി തിരക്കാണ്, അവനോടൊപ്പം കളിക്കാനോ ആദിയോട് സംസാരിക്കാനോ ആ പാരന്റ്സിന് സമയമില്ല. ഇത് കേട്ടതും അമന് പിന്നെ അവനോട് എന്ത് പറയണോന്നറിയില്ല. ശരി, നീ ഞങ്ങളോടൊപ്പം നിന്നോ, പക്ഷേ ഞങ്ങളുടെ ഒപ്പം തന്നെ കാണണം, ദൂരെ എവിടെയും പോവരുത്, കേട്ടല്ലോ. അടുത്ത നിമിഷം തന്നെ ആ വീടിന്റെ ഫ്രണ്ട് ഡോറ് ടുമുക്കോന്ന് പറഞ്ഞ് ലോക്കായി. ആ വീടിന്റെ ഡോറ് തനിയെ അടയാണ്. അവരങ്ങനെ ആ വീടിനകത്ത് ടോർച്ചടിച്ച് കുഞ്ഞിനെ തെരഞ്ഞു ചെല്ലുമ്പോ ആ ഇരുട്ടിലെ തലവഴി തുണിയിട്ട് ഒരു പ്രേത രൂപം അങ്ങനെ നിൽക്കുന്നുണ്ടാവും. അമൻ പതിയെ ചെന്ന് ആ തുണി മാറ്റി നോക്കി. അത് ഭൂതവും പ്രേതമൊന്നല്ല, അതൊരു വിളക്കായിരുന്നു. ഈ ഒരു സമയത്താണ് ആദി തൊട്ടടുത്ത മുറിയിലേക്ക് ചിരിച്ചു കളിച്ചോണ്ട് സാരി ഓടി പോകുന്നത് കാണുന്നത്. അവൻ പതിയെ കുഞ്ഞിന്റെ പിന്നാലെ നടന്നു. തൊട്ടു പിന്നാലെ തന്നെ അമനും ആദിയോടൊപ്പം ചെല്ലുന്നുണ്ട്. അല്ലെങ്കിൽ ഇനി ആദിയെ കാണാനില്ല എന്ന് പറഞ്ഞ് അവനെ തെരഞ്ഞു നടക്കേണ്ടി വരും. അപ്പോഴാണ് അമൻ അവിടെ ഒരു പഴയൊരു ഫാമിലി ഫോട്ടോ കാണുന്നത്. ചിലപ്പോ അത് ഈ വീട്ടിൽ താമസിച്ചിരുന്ന ആളുകളായിരിക്കണം. അമൻ ആ ഫോട്ടോ നോക്കിക്കൊണ്ട് നിൽക്കുന്ന നേരത്താണ് വീടിന് മുകളിലൂടെ ആരൊക്കെയോ ഓടുന്നത്. കുട്ടികൾ ഓടിക്കളിക്കുന്ന ശബ്ദം. കുഞ്ഞുങ്ങള് 1, 2 എന്ന് പറഞ്ഞ് എണ്ണുന്നുണ്ട്. അമൻ ആ ഫുഡ് സ്റ്റെപ്സിന്റെ ശബ്ദങ്ങൾ ഫോളോ ചെയ്ത് സ്റ്റെയറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ ദേ അവന്റെ കുഞ്ഞനിയെത്തി മുകളിലേക്ക് നടന്നു പോകുന്നു. അവൻ പെട്ടെന്ന് തന്നെ വെപ്രാളപ്പെട്ട് സാരി സാരി എന്ന് വിളിച്ച് കുഞ്ഞിന്റെ അടുത്തേക്ക് ഓടി. മറുവശത്ത് ആദിയാണെങ്കിൽ തനിച്ച് ഒരു മുറിക്കകത്ത് പേടിച്ചരണ്ട് നിൽക്കുക. അവന്റെ കൂടെ മറ്റാരെയും കാണുന്നില്ല. ഇവിടെ ഷീല കുഞ്ഞിനെ തെരഞ്ഞു ചെല്ലുമ്പോ അവിടെ മേശപ്പുറത്ത് നിറയെ അഴുകിയ ഫുഡും പുഴുക്കളും ചത്ത എലികളെയും ഒക്കെ കാണും. ആ സ്മെല്ല് കൊണ്ട് അവൾക്കവിടെ നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഒറ്റയ്ക്ക് നിന്ന് പേടിച്ച് വരച്ചു നിന്നിരുന്ന ആദി എങ്ങനെയൊക്കെയോ അമന്റെ അടുത്തേക്ക് ഓടിയെത്തി. ഇതേ സമയം തന്നെ റിൻഡോ ആ വീടിനകത്ത് ഒരു കൊച്ചു പെൺകുട്ടിയെ കാണുന്നുണ്ട്. അത് സാരിയല്ല, എന്നാലും അവൻ ആ കുഞ്ഞിന്റെ പിന്നാലെ ചെല്ലുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ആ പെൺകുട്ടി അവിടെ നിന്ന് മറഞ്ഞുപോയി, വാനിഷായി പോയി. റിൻഡോ ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുമ്പോ ആ മുറിക്ക് പുറത്തു നിന്നിരുന്ന ഒരു പ്രേതം റിൻഡോ നിന്നിരുന്ന ആ മുറിയുടെ ഡോറ് ലോക്ക് ചെയ്യാണ്. അവൻ ആ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഡോറ് തുറക്കാൻ നോക്കുമ്പോ അവനെ കൊണ്ട് ഡോറ് തുറക്കാനും പറ്റുന്നില്ല. അവനങ്ങനെ പേടിച്ച് തന്റെ സുഹൃത്തുക്കളെ വിളിക്കുന്നുണ്ട്. ഈ ശബ്ദവും ബഹളമൊക്കെ കേട്ട് ഷീല ആ മുറി തുറക്കാൻ നോക്കി. പക്ഷേ മുറി അകത്ത് നിന്ന് ലോക്കാണ്. അവള് ജനാല വഴി റിൻഡോയെ നോക്കിയെങ്കിലും ആ മുറിക്കകത്ത് ആരെയും കാണാനും പറ്റുന്നില്ല. പക്ഷേ ദേ ഇത്ര തൊട്ടടുത്ത് നിന്ന് അവന്റെ കരച്ചില് കേൾക്കാം. പക്ഷെ റിൻഡോയെ അവൾക്ക് കാണാൻ വയ്യ. ഇതേ സമയം റിൻഡോയ്ക്ക് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കബോർഡ് അത് തനിയെ തുറന്നു വന്നു. അതിനകത്ത് എന്ത് കുട്ടിച്ചാത്തനാന്നറിയാതെ അവനാകെ പകച്ചു നിൽക്കുക. പെട്ടെന്ന് ഒരു എലി അവന്റെ അടുത്തേക്ക് ചാടി വന്നു. അപ്പോഴാണ് ഒരു പ്രേതരൂപം വായും പൊളിച്ച് അലറി വിളിക്കുന്നത്. അങ്ങനെ തന്നെ റിൻഡോ പൊത്തോന്ന് പറഞ്ഞ് താഴേക്ക് വീണു. അവന്റെ ബോധം പോയി. മറുവശത്ത് ഷീലയ്ക്ക് ചുറ്റും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. അവള് പേടിച്ച് ചുറ്റും നോക്കുന്നുണ്ട്. അപ്പൊ ദേ ഒരു കൊച്ചു പയ്യൻ അവളെ നോക്കി കൊഞ്ഞനം കുത്തി ഒരു ഷീറ്റിനടിയിൽ ഒളിച്ചിരിക്കും. ഷീല പതിയെ ആ ഷീറ്റ് മാറ്റി നോക്കാനായിട്ട് മുന്നോട്ട് ചെന്നു. എന്നാൽ ഷീറ്റിനടിയിൽ മറഞ്ഞിരുന്ന കുഞ്ഞിന്റെ രൂപം വലുതാവാൻ തുടങ്ങി. അത് കണ്ടതോടെ പേടിച്ചുപോയ ഷീല ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ഡോറ് ലോക്കാണ്. അവളെ കൊണ്ട് പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. ഈ സമയം ഒരു പ്രേതക്കൈ ഷീലയുടെ അടുത്തേക്ക് നീണ്ടു വരുന്നുണ്ട്. അവളെ ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോ ആ മുറിയിലെ ഒന്നിനെയും കാണുന്നില്ല. ഇതേ സമയം മറുവശത്ത് അമനും ആദിയും ചേർന്ന് സാരിയെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുകളിലെ ഒരു മുറി മുഴുവൻ കുഞ്ഞിനെ തെരഞ്ഞു നോക്കി. അമൻ അവിടെ കിടന്നിരുന്ന ഒരു വിളക്ക് കത്തിക്കുന്നുണ്ട്. മാത്രമല്ല ആ മുറിയിൽ നിന്ന് അമൻ ഒരു പഴയ ഡയറി കണ്ടെത്തി. അവൻ ആ ഡയറി വായിക്കാൻ തുടങ്ങി. അതൊരു കൊച്ചു പയ്യന്റെ ഡയറിയാണ്. എന്റെ അനിയന് അമ്മയെ സഹായിക്കണമെന്നുണ്ട്, എന്നാൽ എന്റെ ഡാഡിക്ക് ഒരു മാറ്റവുമില്ല. ഡാഡിക്ക് എപ്പോഴും എല്ലാവരോടും ദേഷ്യമാണ്, ഞങ്ങളെ എപ്പോഴും ഉപദ്രവിക്കും, എന്നെ ഒരുപാട് തല്ലും. ഈ ഡയറി അമനോടൊപ്പം വായിച്ചുകൊണ്ടിരുന്ന ആദിയുടെ മുഖത്ത് സങ്കടം നിറയാൻ തുടങ്ങി. എന്റെ പേരൻസ് എന്നെ ഉപദ്രവിക്കാറുണ്ടെന്ന് പറഞ്ഞ് ആദി തന്റെ വസ്ത്രം മാറ്റി അമനെ തന്റെ പുറത്തുള്ള പാടുകൾ കാണിച്ചു കൊടുക്കുകയാണ്. ആ പാടുകൾ കണ്ട് അമനാകെ ഷോക്കായിട്ട് നിൽക്കുന്ന നേരത്താണ് പെട്ടെന്ന് മുറിക്ക് പുറത്തുനിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നത്. അമൻ അതെന്താന്നറിയാനായിട്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ആ സീലിംഗ് ആകെ തകർന്ന് താഴേക്ക് വീണു. അടുത്ത നിമിഷം തന്നെ താഴെ വീണ് കിടന്നിരുന്ന
ആദിയെ ആ ഇരുട്ടിലേക്ക് എന്തോ ഒന്ന് വലിച്ചോണ്ട് പോയി. പിന്നാലെ അമൻ ഓടിച്ചെന്നെങ്കിലും ആദിയെ ആ മുറിയിൽ കാണാനില്ല. എന്നാ അമന് തന്റെ സഹോദരിയുടെ ശബ്ദം കേൾക്കാം. മുറിയിലെ കുഞ്ഞ് അമൻ അമൻ എന്ന് വിളിക്കുന്നുണ്ട്. നോക്കുമ്പോഴേ തൊട്ടടുത്ത മുറിയില് അവന്റെ അമ്മയ്ക്ക് തൊട്ടായിട്ട് സാരി നിൽക്കുന്നു. അമന് മനസ്സിലായി അത് തന്റെ അമ്മയല്ലാന്ന്. അമൻ അനിയത്തിയോട് പറയും, സാരി എന്റെ അടുത്തേക്ക് വാ, അത് നമ്മുടെ അമ്മയല്ല. പെട്ടെന്ന് തന്നെ മെസായുവിന്റെ രൂപം മാറി അത് വെന്റയുടെ രൂപത്തിലേക്ക് മാറി. ഇവൻ എത്ര തന്നെ വിളിച്ചിട്ടും കുഞ്ഞവന്റെ അടുത്തേക്ക് വരുന്നില്ല. സാരി പതിയെ വെന്റയുടെ കൈ പിടിച്ചൊരൊറ്റ ഓടിയാണ്. ആ കൈവിരലങ്ങ് വലിച്ചു പറിച്ചെടുത്ത് കുഞ്ഞാ മനുഷ്യ മാംസം തിന്നാൻ തുടങ്ങി. അമൻ ഈ ഒരു കാഴ്ച കണ്ട് എന്ത് ചെയ്യണോന്നറിയാതെ കിളി വാറി നിൽക്കുക. അങ്ങനെ തന്നെ ആ മുറിയുടെ ഡോറ് പടക്കമെന്ന് പറഞ്ഞ് ലോക്കായി. അമൻ ആ ഡോറ് തുറക്കാൻ പറഞ്ഞ് ബഹളം വെച്ച് എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ ആ ഡോറ് തുറന്നു. എന്നാ ആ മുറിക്കകത്ത് സാരി ഉണ്ടായിരുന്നില്ല, ആ പ്രേതം ഉണ്ടായിരുന്നില്ല. പിന്നെ ആ വീടിനുള്ളില് ഭീമാകാരമായ എന്തോന്ന് നടക്കുന്ന ശബ്ദം കേൾക്കാം. അമൻ ആ ഹെവി ആയിട്ടുള്ള ഫുഡ് സ്റ്റെപ്സിന്റെ ശബ്ദം ഫോളോ ചെയ്തു പോവാണ്. മറുവശത്ത് ഇത്ര നേരം ബോധമില്ലാതെ കിടന്നിരുന്ന റിൻഡോ ബോധം തെളിഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോ ചുറ്റും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ട് അവൻ ചുറ്റും ടോർച്ച് അടിച്ചു നോക്കി. അപ്പതേ അവിടെയുള്ള വാർഡ്രോബ് തുറന്ന് 2 കുട്ടി പ്രേതങ്ങള് പുറത്തേക്ക് വരാൻ തുടങ്ങി. ഇതേ സമയം തന്നെ ഷീല ഒരു മുറിക്കകത്ത് പെട്ടുകിടക്കല്ലേ. അവള് തന്നെ സഹായിക്കാൻ പറഞ്ഞ് ആ മുറിയിലുള്ള എല്ലാ ജനാലകളും തട്ടി നോക്കുന്നുണ്ട്. അപ്പോ അതുവഴി പോയിരുന്ന ഒരു കച്ചവടക്കാരൻ ഈ ശബ്ദങ്ങളൊക്കെ കേട്ടോണ്ട് ആ വീട്ടിലേക്ക് നോക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് ആ വീട്ടില് അൺയൂഷ്വൽ ആയിട്ട് ഒന്നും തന്നെ കാണുന്നില്ല. അതുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. അപ്പോഴേക്കും പ്രേതത്തിന്റെ പിടിയെന്ന് രക്ഷപ്പെട്ട് റിൻഡോ മുറിക്ക് പുറത്തേക്ക് ഓടി. ഷീല ട്രാപ്പായി കിടന്നിരുന്ന ആ മുറിയുടെ ഡോറും തുറന്ന് അവൻ ആ മുറിയിലേക്ക് ഓടിയെത്തി. ഇവിടെ അമനാണെങ്കില് ആ ഹെവി ഫുഡ് സ്റ്റെപ്സ് അതെന്താന്നറിയാനായിട്ട് ആ ശബ്ദങ്ങൾ ഫോളോ ചെയ്ത് ചെല്ലുമ്പോ ഗൊമ്പൽ എന്ന സാത്താൻ നമ്മുടെ ആദിയെ പിടികൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോണ്ടിരിക്കുക. എന്നാൽ അടുത്ത നിമിഷം തന്നെ ആ സാത്താൻ ആദിയെ വിഴുങ്ങാൻ തുടങ്ങി. എന്നാലും അവന് വെറുതെ നിൽക്കാൻ കഴിഞ്ഞില്ല. അവനെ വിടെന്ന് പറഞ്ഞ് അമൻ ആ സാത്താന്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴേക്കും ആ സാത്താൻ അവിടെ നിന്ന് മറഞ്ഞുപോയി. ഇതെവിടെ പോയിന്ന് പറഞ്ഞ് അമൻ ചിന്തിക്കുന്നതിന് മുന്നേ ആ ഗൊമ്പൽ അവന്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ തന്നെ അവൻ സ്റ്റെയർ കേസിൽ നിന്ന് തലയും കുത്തി താഴേക്ക് വീണു. ആ വീഴ്ചയില് അവന് ഒത്തിരി പരുക്ക് പറ്റുന്നുണ്ട്. അപ്പോഴേക്കും അവൻ താഴേക്ക് വീഴുന്ന ശബ്ദം കേട്ട് ഷീലയും റിൻഡോയും അങ്ങോട്ട് ഓടിയെത്തി. അവര് രണ്ടുപേരും പരസ്പരം അവർക്ക് ആ വീടിനകത്ത് നേരിടേണ്ടി വന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങള് പ്രേതങ്ങളെ കണ്ടു, ആരോ ഞങ്ങളെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടു എന്നൊക്കെ. ആ സമയത്താണ് അവർക്ക് തൊട്ടടുത്ത മുറിയിൽ നിന്നും സാരിയുടെ ശബ്ദം കേൾക്കാം. 3 പേരും ആ ശബ്ദങ്ങൾ ഫോളോ ചെയ്ത് സാരി സാരി എന്ന് വിളിച്ച ആ മുറിയിലേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോ കുഞ്ഞിനെ കാണുന്നില്ല. ഇപ്പോ അമൻ ഒരു തീരുമാനം എടുക്കും. നമുക്ക് അവസാനായിട്ട് ഒരു പ്രാവശ്യം കൂടി ഈ മുറിക്കകത്ത് കുഞ്ഞിനെ തെരഞ്ഞു നോക്കാം. എന്നിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോയി സഹായത്തിനായിട്ട് ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരാം. അവർക്ക് ആ മുറിയിലെ പല സ്ഥലങ്ങളിലായിട്ട് സാരിയെ കാണുന്നുണ്ടെങ്കിലും അവരടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴേക്കും കുഞ്ഞവിടെ നിന്ന് മറഞ്ഞു പോകും. പെട്ടെന്ന് മുകളിൽ നിന്നൊരു കറുത്ത തുണി പാറി പറന്ന് താഴേക്ക് വന്നു വീണു. ആ കറുത്ത തുണി അങ്ങനെ തന്നെ വെന്റയുടെ രൂപത്തിലേക്ക് മാറി. ആ സ്ത്രീക്ക് പിന്നിലെ 3 കുട്ടി പ്രേതങ്ങളെ കാണാം. അമൻ ഉടനെ തന്നെ ആ പ്രേതത്തോട് പറയും, എനിക്ക് എന്റെ സഹോദരിയെ തിരിച്ചു വേണം. ഇത് കേട്ട ആ പ്രേതം, ഓ അതിനെന്താ നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് വെന്റ കുഞ്ഞിനെ കൊഞ്ചിച്ച് സാരിയോട് പറയും, നീ നിന്റെ ചേട്ടന്റെ അടുത്തേക്ക് പോയിക്കോ, നിന്റെ അമ്മ നിന്നെ കാത്തിരിക്കുകയാണ്. എന്നാൽ സാരി ചേട്ടന്റെ അടുത്തേക്ക് പോവാൻ തയ്യാറല്ല. കാരണം സാരി തന്റെ ഫാമിലിയെ അപ്പാടെ മറന്നു കഴിഞ്ഞു. ഇപ്പോ കുഞ്ഞിന്റെ പുതിയ അമ്മ ഈ പ്രേതമാണ്. എനിക്ക് വീട്ടിലേക്ക് പോണ്ട, എനിക്ക് ഇവിടെ താമസിക്കാനാണ് ഇഷ്ടം. ഇത് കേട്ട് ടെൻഷനായിട്ട് അവൻ സഹോദരിയോട് പറയും, സാരി അത് നിന്റെ അമ്മയല്ല, ആ സ്ത്രീ ഒരു പ്രേതമാണ്. എന്തൊക്കെ പറഞ്ഞു നോക്കിയിട്ടും സാരി അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറല്ല. അവളെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാൻ പോണില്ല. അവളുടെ ആത്മാവ് ഇപ്പൊ എനിക്ക് സ്വന്തമാണ്. ഇത് കേട്ടതോടെ അവന് തന്റെ കൺട്രോൾ തന്നെ നഷ്ടപ്പെട്ടു. എനിക്കറിയാം വെന്റ, ഇത് നിന്റെ യഥാർത്ഥ രൂപമല്ല. നിനക്ക് ആ കൊച്ചു കുഞ്ഞുങ്ങളെ പറ്റിക്കാം, എന്നാ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ യഥാർത്ഥ രൂപം അതെന്നെ കാണിക്കി. അവൻ ആ പ്രേതത്തെ വെല്ലുവിളിക്കുകയാണ്. അടുത്ത നിമിഷം തന്നെ വെന്റയുടെ രൂപം മാറാൻ തുടങ്ങി. ആ സാത്താന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറി. അവര് 3 പേരും ആ രൂപത്തെ കണ്ട് പേടിച്ച് വിറച്ച് അനങ്ങാതെ അങ്ങനെ നിൽക്കുക. അവൻ പെട്ടെന്ന് തന്നെ ഒരു കസേരയെടുത്ത് ആ സാത്താനെ ആക്രമിക്കാൻ നോക്കിയെങ്കിലും അവനെ കൊണ്ട് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ടെടുത്ത് വെക്കാൻ വയ്യ. ഇത് കണ്ടു നിന്നിരുന്ന റിൻഡോ തന്റെ കൂട്ടുകാരനെ സഹായിക്കാനായിട്ട് ഒരു കത്തി എടുത്തിട്ട് ആ സാത്താന്റെ കയ്യിലേക്ക് കുത്തി. അങ്ങനെ തന്നെ പയ്യന്മാര് 2 പേരും അടികൊണ്ട് പറന്നു തെറിച്ച് താഴേക്ക് വന്ന് വീണു. അങ്ങനെ തന്നെ ആ സാത്താന്റെ മുറിവിലെ ബ്ലഡ് ഇല്ലേ, അതങ്ങനെ ഡ്രോപ്പായിട്ട് പറന്നു വന്ന് റിൻഡോയുടെ വായ്ക്കകത്തേക്ക് പോയി. റിൻഡോ അവിടെ ശ്വാസം കിട്ടാതെ പെടയാൻ തുടങ്ങി. അവൻ ബ്ലഡ് വോമിറ്റ് ചെയ്യാണ്. അങ്ങനെ തന്നെ അവന്റെ ബോധം പോയി. ഇതേ സമയം തന്നെ ആ സാത്താൻ അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് അവനെ മുകളിലേക്ക് പൊക്കാൻ തുടങ്ങി. ഈ ഒരു അവസ്ഥയില് അവൻ ആ സാത്താനോട് ചോദിക്കും, എന്തിനാ നീ ഇതൊക്കെ ചെയ്യുന്നേ? ആ സാത്താൻ അതിന് മറുപടി പറയാതെ അവനെ തൂക്കിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ തന്നെ വെന്റ എന്ന പ്രേതത്തിന്റെ ഫ്ലാഷ് ബാക്കിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. വെന്റയുടെ ഹസ്ബൻഡ് ആ സ്ത്രീയെ ഒത്തിരി
ഉപദ്രവിക്കുന്നുണ്ട്. വെന്റയ്ക്ക് 3 കുഞ്ഞുങ്ങളാണ്. മാത്രമല്ല ആ സ്ത്രീ ഇപ്പോ ഗർഭിണിയാണ്. ഇപ്പോ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അത് തന്റെ അല്ലാന്ന് പറഞ്ഞാണ് അയാള് വെന്റയെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കുന്നത്. ആ സ്ത്രീ ആണെങ്കില് കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ട്, ഇത് നമ്മുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ്. എന്നാ ആ ഹസ്ബൻഡ് ആണെങ്കില് യാതൊരു കരുണയും കാട്ടാതെ തിളച്ച വെള്ളം ആ സ്ത്രീയുടെ ശരീരത്തിലേക്ക് ഒഴിച്ച് തന്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് ചെയ്തത്. പിന്നീട് ആ സ്ത്രീ തന്റെ 3 മക്കൾക്കും ഫുഡിലെ വിഷം കലർത്തി അവരെ കൊലപ്പെടുത്തി. തന്റെ മക്കള് മരണപ്പെട്ടു എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ആ സ്ത്രീയും വിഷം കഴിച്ചു. വെന്റ മരണവെപ്രാളത്തില് പെടയുന്ന നേരത്താണ് ആ വീടിനകത്ത് ഒരു കറുത്ത രൂപത്തെ കാണുന്നത്, ഗൊമ്പൽ എന്ന സാത്താനെ കാണുന്നത്. ആ സ്ത്രീ മരിക്കുന്നതിന് തൊട്ടു മുൻപ് ആ സാത്താനുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി. തന്റെ ആത്മാവും എന്റെ കുഞ്ഞുങ്ങളുടെ ആത്മാവും ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. തന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായവരോട് തനിക്ക് പ്രതികാരം ചെയ്യണം. പകരം വെന്റ ആ സാത്താനോട് ഒരു വരം ചോദിക്കുകയാണ്. അതായത് മരിച്ചുപോയ അവരുടെ ആത്മാവ് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോവില്ല, അവർക്ക് എന്നേക്കുമായിട്ട് ഈ ഭൂമിയിൽ താമസിക്കാം. അങ്ങനെ ആ സാത്താനുമായി ഉടമ്പടി ഉണ്ടാക്കിയതിനു ശേഷമാണ് ആ സ്ത്രീ മരണപ്പെട്ടത്. അങ്ങനെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി വെന്റ തന്റെ ശവക്കല്ലറയിൽ കണ്ണു തുറന്നു. വെന്റ ആ സാത്താന്റെ രൂപത്തിലേക്ക് മാറി. ആ വീട്ടില് പിന്നീട് ആരും തന്നെ താമസിച്ചിട്ടില്ല. ആർക്കും വീട് വാങ്ങാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ആൾതാമസമില്ലാതെ അതൊരു പ്രേത വീടായിട്ട് മാറി. പിന്നീട് ആ വീടിനകത്ത് വെന്റയുടെയും കുഞ്ഞുങ്ങളുടെയും പ്രേതങ്ങള് താമസിക്കാൻ തുടങ്ങി. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോ ഇപ്പോ റിൻഡോയും അമനും അബോധാവസ്ഥയിൽ നിന്ന് കണ്ണു തുറന്നു. ഷീല പെട്ടെന്ന് തന്നെ അവരെ എണീപ്പിച്ച് നമുക്കാദ്യം എത്രയും പെട്ടെന്ന് പുറത്തു കിടക്കാം, നമുക്ക് ഹെൽപ്പ് വേണമെന്ന് പറയും. ഈ സമയം ആ വീടിനുള്ളിലെ മുഴുവനും ആ സാത്താന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഒളിച്ചു കളിക്കുമ്പോ കുഞ്ഞുങ്ങള് പാട്ട് പാടാറില്ലേ, വെന്റ ആ പാട്ട് പാടാൻ തുടങ്ങി. വെന്റ ഹൈഡ് ആൻഡ് സീക്കിന്റെ പാട്ടും പാടി 1, 2 എന്ന് പറഞ്ഞ് എണ്ണാൻ തുടങ്ങി. ആ എണ്ണി തീരുമ്പോഴേക്കും ഇവർ ഒളിച്ചില്ലെങ്കില് ആ സാത്താൻ അവരെ പിടിച്ച് തിന്നുകളയും. പേടിച്ചുപോയ അവര് 3 പേരും പെട്ടെന്ന് തന്നെ ഒളിച്ചിരുന്നു. ഇവരങ്ങനെ വെന്റയുടെ പ്രേതം വന്ന് അവരെ ഇപ്പൊ പിടിച്ചു തിന്നും എന്ന് കരുതി പേടിച്ചിരിക്കുമ്പോ ആ പ്രേതത്തിന്റെ നാക്ക് നീണ്ടു വന്ന് ഒളിച്ചിരുന്ന ഷീലയുടെ കാല് പിടിച്ച് വലിക്കാൻ തുടങ്ങി. മറ്റു 2 പേരും ചേർന്ന് അവളെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെ കൊണ്ട് പറ്റുന്നില്ല. ആകെ തളർന്നുപോയ അമൻ ഉറക്കെ വിളിച്ചു പറയും, സാരി നീ എവിടെയാ, നമുക്ക് വീട്ടിലേക്ക് പോകണ്ടേ, ഇത് നിന്റെ വീടല്ല, ഇത് നിന്റെ കുടുംബമല്ല. അമൻ ഇവിടെ തന്റെ അനിയത്തിയോട് തന്റെ സങ്കടം പറഞ്ഞ് കരയുമ്പോ ഇതേ സമയം മറുവശത്ത് പാർക്കിലെ തന്റെ കുഞ്ഞിനെ തെരഞ്ഞു വന്ന മെസായു കുഞ്ഞിന്റെ ഫോട്ടോ നോക്കി സങ്കടപ്പെട്ടോണ്ടിരിക്കുക. എന്റെ മോൾ എവിടെയാ, ഈ അമ്മ എത്ര തിരക്കാന്ന് പറഞ്ഞാലും നിന്റെ കൂടെ കളിക്കാൻ കൂടാം, എന്റെ മോള് വേഗം വീട്ടിലേക്ക് വായൂന്ന് പറഞ്ഞ് മെസായു കരയുന്നുണ്ട്. ഇവിടെ അമൻ തന്റെ അനിയത്തിയോട് പറയുന്നുണ്ട്, സാരി നിനക്കറിയാലോ ഈ ചേട്ടന് നിന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന്. ഈ വാക്കുകൾ കേട്ടതും ആ സാത്താന് ശ്വാസം കിട്ടാതായി. ആ സാത്താന്റെ വയറ് പിളർന്ന് സാരി പുറത്തേക്ക് വന്നു വീണു. സ്നേഹത്തിന്റെ മുന്നില് ഒരു സാത്താനും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ തന്നെ ഷീലയും ആ സാത്താന്റെ പിടിയിന്ന് രക്ഷപ്പെട്ട് താഴേക്ക് വന്നു വീണു. അമൻ പെട്ടെന്ന് തന്റെ സഹോദരിയെ വാരിയെടുത്തു. അവര് 3 പേരും ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോ ആ സാത്താൻ നിന്നെ ഞാൻ കൊല്ലുടാന്ന് പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ റിൻഡോ തിരിഞ്ഞോണ്ട് ആ സാത്താനോട് പറയും, ഞങ്ങൾക്കറിയാം മനുഷ്യരുടെ ഭയമാണ് നിന്നെ ഫീഡ് ചെയ്യുന്നത്. ഇത് കേട്ടോ, ഞങ്ങൾ നിന്നെ ഒരിക്കലും ഭയപ്പെടാൻ പോകുന്നില്ല, ഒരിക്കലും നരകത്തിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോ സാത്താനെന്ന് പറയും. ഇത് പറഞ്ഞു തീർന്നതും ആ സാത്താന്റെ രൂപം ചിന്നിച്ചിതറി കാറ്റിലൂടെ അങ്ങ് മറഞ്ഞുപോയി. അടുത്ത നിമിഷം തന്നെ ആ വീടിന്റെ ഡോറ് തനിയെ തുറന്നു വന്നു. അവരെ 4 പേരും ആ പ്രേത വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ടെത്തി. എന്നാ അമന്റെ ഒരേ ഒരു സങ്കടം അവന് ആദിയെ രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞില്ല. ഒരുപക്ഷെ ആദിയുടെ പേരൻസ് അവനെ കുറിച്ച് ഓർത്തിരുന്നെങ്കില്, അവനെ സ്നേഹിച്ചിരുന്നെങ്കില് ആദിയെ ആ സാത്താൻ കൊലപ്പെടുത്തില്ലായിരുന്നു. അങ്ങനെ അമ്മയും മക്കളും ഒത്തിരി സന്തോഷത്തില് മുന്നോട്ട് പോകുന്നു. ഇപ്പോ അമൻ താൻ കൊച്ചു കുഞ്ഞല്ല, കോളേജിലാണ് എന്നൊക്കെ പറഞ്ഞ് അനിയത്തിയെ മാറ്റി നിർത്താറില്ല. മെസായു എപ്പോഴും തന്റെ കുഞ്ഞിനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അവളെ കുക്ക് ചെയ്യാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം സാരി ചേട്ടനോടൊപ്പം ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാണ്, ഒളിച്ചു കളിക്കാണ്. അമന് ചെറിയ രീതിയിലൊരു പേടിയുണ്ട്, ഇനിയും അനിയത്തിയെ കാണാതായാലോ. അമൻ അങ്ങനെ 10 വരെ എണ്ണി സഹോദരിയെ തെരഞ്ഞ് വീടിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോ കിച്ചണിൽ നിന്ന് സാരിയുടെ ചിരി കേൾക്കാം. എന്തോ ആ ചിരി കേൾക്കുമ്പോ അമനുള്ളിലൊരു പേടി തോന്നി, എന്തോ കുഴപ്പമുണ്ടല്ലോ. അവൻ പതിയെ കിച്ചണിലേക്ക് ചെന്ന് നോക്കുമ്പോ ദേ സാരി ഫ്രിഡ്ജിനുള്ളിൽ നിന്ന് പച്ച മാംസം എടുത്ത് തിന്നോണ്ടിരിക്കുക. സാരിയുടെ 2 കണ്ണുകളും വെള്ള നിറത്തിലായി. ഈ ഒരു സീനോട് കൂടിയാണ് ഹൈഡ് ആൻഡ് സീക്ക് എന്ന ഈ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്